നമ്മൾ ആൾറെഡി FPS സിസ്റ്റം, CGS സിസ്റ്റം, MK സിസ്റ്റം, അതുപോലെ SI സിസ്റ്റം ഇൻ്റർനാഷണൽ ഇവയൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. നമുക്കറിയാം FPS സിസ്റ്റം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സിസ്റ്റമാണ്. അതേസമയം CGSഉം MKSഉം ഈ രണ്ട് സിസ്റ്റങ്ങളും മെട്രിക് സിസ്റ്റങ്ങളാണ്. അപ്പോൾ ഏതെല്ലാം യൂണിറ്റുകളാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റുകളായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്? നമുക്കറിയാം ലെങ്ത്, മാസ്, ടൈം, കറൻറ്റ്, ടെമ്പറേച്ചർ, ലൈറ്റ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇങ്ങനെ 7 ക്വാണ്ടിറ്റികളാണ് ബേസിക് ക്വാണ്ടിറ്റീസ് ആയിട്ട് പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബേസിക് ക്വാണ്ടിറ്റീസ് അവയുടെ പേരുകൾ, സിംബൽസ് ബ്രിട്ടീഷ് സിസ്റ്റത്തിലും ബ്രിട്ടീഷ് യൂണിറ്റുകളും മെട്രിക് യൂണിറ്റിലും അതുപോലെ ഇൻ്റർനാഷണൽ യൂണിറ്റുകളിലും എങ്ങനെയാണ് അവയുടെ പേരുകളും സിംബൽസും വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ലെങ്ത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ലെങ്ത്തിൻ്റെ നീളം അല്ലേ? ലെങ്ത്തിൻ്റെ FPS അതിൻ്റെ യൂണിറ്റ് ഫൂട്ട് എന്നാകുന്നു. ഇതെല്ലാം ബേസിക് ക്വാണ്ടിറ്റീസ് ആണ്, ബേസിക് യൂണിറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ്. ഇപ്പോൾ FPS ലെങ്ത്തിൻ്റെ യൂണിറ്റ് ഫൂട്ടാകുന്നു. FT എന്നാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ സിമ്പിൾ. CGSലാകുമ്പോൾ സെൻറ്റിമീറ്റർ, CGSൽ സെൻറ്റിമീറ്റർ, അതിൻ്റെ സിമ്പിൾ CM. MKSൽ മീറ്റർ, സിമ്പിൾ M. CGSഉം MKSഉം മെട്രിക് യൂണിറ്റുകളാണ്, അഥവാ ഫ്രഞ്ച് യൂണിറ്റുകളാണ്. ബ്രിട്ടീഷ് യൂണിറ്റാണ് FPS. ഇനി ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് SI ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ എന്നാകുന്നു. SI യൂണിറ്റ് സിസ്റ്റത്തിൽ മീറ്റർ എന്നാകുന്നു. അതുപോലെ അതിൻ്റെ സിമ്പിൾ M. സെക്കൻഡ് വൺ മാസ്. ദി യൂണിറ്റ് ഓഫ് മാസ് ഇൻ ബ്രിട്ടീഷ് സിസ്റ്റം FPS is pound. LB എന്നാണത് സൂചിപ്പിക്കുന്നത്. ദ ലെറ്റർ LB using it indicates using the letters LB. In CGS system it is gram. The unit of mass is gram in CGS system. Its symbol is G. And in MK system unit of mass is kilogram and it indicates using the letter kg, using the symbol kg. International units SI unit of mass is kilogram and indicates using kg. മാസിൻ്റെ FPSലെ യൂണിറ്റ് പൗണ്ടും CGSലെ യൂണിറ്റ് ഗ്രാമും MKSലെ കിലോഗ്രാമും SIയിലേത് കിലോഗ്രാമുമാണ്. അതിൻ്റെ സിംബൽസ് LB, FPSലെ LBയും CGSൽ ഗ്രാമും Gയും MKSൽ kgയും അതുപോലെ SIയിൽ കിലോഗ്രാം kgയുമാണ്. നെക്സ്റ്റ് ബേസിക് ക്വാണ്ടിറ്റീസ് കറൻറ്റ്, ഇലക്ട്രിക് കറൻറ്റും എന്നും പറയുന്നു. കറൻറ്റ് അതിൻ്റെ യൂണിറ്റ് എല്ലാ സമ്പ്രദായങ്ങളിലും ആംപിയർ ആകുന്നു. കാരണം ഇത് പിന്നീട് ചേർത്തിട്ടുള്ള യൂണിറ്റാണ്. നിലവിൽ ആദ്യകാലങ്ങളിൽ ഈ 3 യൂണിറ്റുകൾ ലെങ്ത്, മാസ്, ടൈം മാത്രമേ എല്ലാത്തിലും ഉണ്ടായിരുന്നുള്ളൂ.
SI യൂണിറ്റ് രൂപീകരിച്ചപ്പോൾ SI യൂണിറ്റ് പുതിയ യൂണിറ്റ് സമ്പ്രദായം നിലവിൽ വന്നപ്പോൾ ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, ലുമിനസ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഇത്തരം ക്വാണ്ടിറ്റികൾ ആഡ് ചെയ്തു. അതിനുശേഷം മൊത്തം എല്ലാത്തിലെയും ബേസിക് ക്വാണ്ടിറ്റികളായിട്ട് ഈ 7 ക്വാണ്ടിറ്റികളെ പരിഗണിച്ച് പോരുന്നു. ഇപ്പോൾ കറണ്ട് ടൈമിൻ്റെ യൂണിറ്റാണ് ഇനി അടുത്തത്. ടൈം എല്ലാ സിസ്റ്റങ്ങളിലും either ഇൻ ബ്രിട്ടീഷ് ഓർ മെട്രിക് അതിൻ്റെ യൂണിറ്റ് എല്ലായ്പ്പോഴും സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ എല്ലാ യൂണിറ്റ് അളവ് സമ്പ്രദായങ്ങളിലും ടൈമിൻ്റെ യൂണിറ്റ് എപ്പോഴും സെക്കൻഡ് തന്നെയാണ്. എസ് എന്നുള്ള അക്ഷരം കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ സിമ്പൽ എസ് എന്നുള്ള അക്ഷരമാകുന്നു. അപ്പോൾ മെട്രിക് യൂണിറ്റുകളിലും അതുപോലെ ഇൻ്റർനാഷണൽ യൂണിറ്റിലും എല്ലാം തന്നെ സെക്കൻഡ് ആകുന്നു ടൈമിൻ്റെ യൂണിറ്റ്. ഇനി നാലാമത്തെ കറണ്ട്, ആംപിയർ തന്നെയാണ് എല്ലാ സമ്പ്രദായങ്ങളിലും. അതുപോലെ ടെമ്പറേച്ചർ ബ്രിട്ടീഷ് സമ്പ്രദായങ്ങളിൽ ഫാരൻഹീറ്റ് ആകുന്നു. FPS ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് ഫാരൻഹീറ്റ്, CGS സെൻറ്റിഗ്രേഡ്. ഈ ഫാരൻഹീറ്റ് ഡിഗ്രി F എന്നുള്ള അക്ഷരം കൊണ്ടാണ്, സിമ്പിൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സെൻറ്റിഗ്രേഡ് ആണ് ഡിഗ്രി C അല്ലെങ്കിൽ സെൻറ്റിഗ്രേഡ്, ഈ അക്ഷരം കൊണ്ടാണത് സൂചിപ്പിക്കുന്നത്. MKS ഡിഗ്രി സെൻറ്റിഗ്രേഡ്, ഡിഗ്രി C എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. കെൽവിൻ ആണ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ആയിട്ട് പരിഗണിച്ചിട്ടുള്ളത്. ടെമ്പറേച്ചറിൻ്റെ ഇൻ്റർനാഷണൽ യൂണിറ്റ് കെൽവിൻ ആണ്. അത് K എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ MKS ഇതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള യൂണിറ്റ്, MKS FUS വ്യത്യസ്തമായ യൂണിറ്റാണ് ടെമ്പറേച്ചർ ഉള്ളതെങ്കിലും ആണുള്ളത്. യഥാർത്ഥത്തിൽ കെൽവിനാണ് അന്താരാഷ്ട്ര യൂണിറ്റ് സമ്പ്രദായത്തിൽ ടെമ്പറേച്ചറിനുള്ള യൂണിറ്റ്. കെൽവിൻ K എന്നുള്ള അക്ഷരം കൊണ്ട് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഹിയർ ദ 6th വൺ ഈസ് ലൈറ്റ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ലുമിനസ് ഇൻറ്റൻസിറ്റി. ലൈറ്റിൻ്റെ തീവ്രതയാണ് ഇവിടെ അളക്കുന്നത്, പ്രകാശത്തിൻ്റെ തീവ്രത. കാൻഡില എന്നുള്ള ഒരു യൂണിറ്റാണ് ഇതിന് ഉപയോഗിക്കുന്നത്. എല്ലാ സമ്പ്രദായങ്ങളിലും കാൻഡില തന്നെയാണ്. CD എന്നുള്ള സിമ്പിൾ അക്ഷരങ്ങൾ കൊണ്ടാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി ബേസിക് ക്വാണ്ടിറ്റികൾ നമ്മുടെ FPS CGS MKS ബേസിക് ക്വാണ്ടിറ്റികൾ ലെങ്ത്, മാസ്, ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. SI സമ്പ്രദായം നിലവിൽ വന്നപ്പോൾ 4 അഡീഷണൽ ക്വാണ്ടിറ്റികളും 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റികളും ചേർത്തു. അങ്ങനെ 4 6 അഡീഷണൽ ക്വാണ്ടിറ്റികളാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അല്ലെങ്കിൽ സപ്ലിമെൻ്ററി അല്ലാതെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളായിട്ട് 7 എണ്ണം ഉണ്ട്. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, ലുമിനസ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി, ദെൻ എന്താണ് ലാസ്റ്റ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇങ്ങനെ 7 എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ 2 സപ്ലിമെൻ്ററി യൂണിറ്റുകളും കൂടി ചേർത്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു അത്? പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ യൂണിറ്റുകളും അതിൻ്റെ സിമ്പിൾസുമാണ്. 4 സിസ്റ്റങ്ങളിലുള്ള അവയുടെ യൂണിറ്റുകളുടെ പേരുകൾ അതുപോലെ സിമ്പിൾസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് FPS, CGS, MKS ആൻഡ് SI യൂണിറ്റ്സ്. ഇതുവരെ പറഞ്ഞിരുന്നത് ബേസിക് ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ്, ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. എന്തെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സിൽ വരുന്നത്, അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏരിയ, വോള്യൂം, ഡെൻസിറ്റി, സ്പീഡ്,
linear velocity, acceleration, retardation, angular velocity, mass, weight. ബ്രിട്ടീഷ് സിസ്റ്റമായ FPS-ലും മെട്രിക് സിസ്റ്റമായ CGS-ലും MKS-ലും അതുപോലെ ഇൻ്റർനാഷണൽ യൂണിറ്റ്സിലും എന്തെല്ലാമാണ് ഇതിൻ്റെ പേരുകൾ, യൂണിറ്റുകളുടെ പേരുകൾ, അതുപോലെ അവയുടെ സിംബൽസ് എന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഏരിയ, സ്ക്വയർ റൂട്ടാണ് FPS-ലെ അതിൻ്റെ യൂണിറ്റ്. സ്ക്വയർ സെൻറ്റിമീറ്റർ ആകുന്നു CGS-ൽ, അതുപോലെ MKS-ലും ഇൻ്റർനാഷണൽ സിസ്റ്റത്തിലും സ്ക്വയർ മീറ്റർ. സ്ക്വയർ റൂട്ട്, സ്ക്വയർ ഫൂട്ട് എന്ന് പറയുമ്പോൾ FT സ്ക്വയർ, സ്ക്വയർ സെൻറ്റിമീറ്റർ CM സ്ക്വയർ, സ്ക്വയർ മീറ്റർ M സ്ക്വയർ, സ്ക്വയർ മീറ്റർ M സ്ക്വയർ. ഇനി വോള്യം, FPS-ലെ ക്യൂബിക് ഫൂട്ട്, CGS-ലെ ക്യൂബിക് സെൻറ്റിമീറ്റർ, MKS-ലെ ക്യൂബിക് മീറ്റർ, ഇൻ്റർനാഷണൽ യൂണിറ്റിൽ ക്യൂബിക് മീറ്റർ. അതിൻ്റെ സിമ്പൽ FT ക്യൂബ്, CGS-ൽ CM ക്യൂബ്, MKS-ൽ M ക്യൂബ്, SI-ൽ M ക്യൂബ്. നെക്സ്റ്റ് ഡെൻസിറ്റി, ഡെൻസിറ്റിയുടെ യൂണിറ്റ് ഇൻ FPS സിസ്റ്റം. FPS-ൽ ഡെൻസിറ്റിയുടെ പൗണ്ട് പെർ ക്യൂബിക് ഫൂട്ട്. ഇൻ CGS it is gram per cubic centimeter. In MKS it is kilogram per cubic meter. In SI it is kilogram per cubic meter. So the symbols are, in FPS it is LB per FT cube. In CGS it is gram per centimeter cube, G per centimeter cube. In MKS it is kg per M cube. Also in SI it is kg per M cube. Fourth one is speed. നാലാമത്തേത് സ്പീഡ് ആകുന്നു. സ്പീഡ് യൂണിറ്റ് ഇൻ FPS is foot per second. In CGS centimeter per second. In MKS it is meter per second, and in SI it is also meter per second. ഫൂട്ട് പെർ സെക്കൻഡിന് നമ്മൾ സിമ്പിൾ കൊടുക്കും FT per second, FT per S. In CGS it is CM per S. In MKS and SI it is M per S. ഇനി അടുത്തത് ലീനിയർ വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി ഇൻ ലീനിയർ യൂണിറ്റ്. ഇൻ FPS it is foot per second, FT per S. In CGS it is centimeter per second, CM per second. In MKS meter per second, M per second. In SI it is meter per second, M per second. അപ്പോൾ FT per second, CM per second, FT per second, CM per second, M per second and M per second. സ്പീഡും വെലോസിറ്റിയും ഏകദേശം ഒരേ സംഗതി തന്നെയാണ്, അതുകൊണ്ട് അതിൻ്റെ യൂണിറ്റുകളും സെയിം ആണ്. ഒന്നിന് ദിശയുണ്ട്, മറ്റതിന് ദിശയില്ല. ആക്സലറേഷൻ, അടുത്തത് ആക്സലറേഷൻ. ഫുട്ട് പെർ സ്ക്വയർ സെക്കൻഡ്, FPS-ൽ ഫുട്ട് പെർ സ്ക്വയർ സെക്കൻഡ്, CGS-ൽ സെൻറ്റിമീറ്റർ പെർ സ്ക്വയർ സെക്കൻഡ്, MKS-ൽ മീറ്റർ പെർ സ്ക്വയർ സെക്കൻഡ്, അതുപോലെ SI സിസ്റ്റത്തിൽ മീറ്റർ പെർ സ്ക്വയർ സെക്കൻഡ്. റിട്ടാർഡേഷൻ, FPS-ൽ ഫുട്ട് പെർ സെക്കൻഡ്, ഫുട്ട് പെർ സ്ക്വയർ സെക്കൻഡ്, FT പെർ S സ്ക്വയർ, CGS-ൽ സെൻറ്റിമീറ്റർ പെർ സ്ക്വയർ സെക്കൻഡ്, MKS-ൽ മീറ്റർ പെർ സ്ക്വയർ സെക്കൻഡ്, സിമ്പിൾ M ബാർ S സ്ക്വയർ അല്ലെങ്കിൽ സെക്കൻഡ് സ്ക്വയർ. SI യൂണിറ്റിലും അതുപോലെ തന്നെ. അടുത്തത് ആംഗുലർ വെലോസിറ്റി. ലിനിയർ വെലോസിറ്റിയെ പോലെ അല്ല ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റിൽ വ്യത്യാസമുണ്ട്. ഡിഗ്രി പെർ സെക്കൻഡാണ് ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റ്. ഡിഗ്രി പെർ സെക്കൻഡ്.
ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ FPS ഡിഗ്രി പെർ സെക്കൻഡ് ആണ്. CGS അത് റേഡിയൻ പെർ സെക്കൻഡ് ആകുന്നു. RAD പെർ സെക്കൻഡ്. MKS എന്താകുന്നു? MKS റേഡിയൻ പെർ സെക്കൻഡ് തന്നെയാകുന്നു. സിമ്പിൾ RAD പെർ സെക്കൻഡ്. SI യൂണിറ്റും സെയിം തന്നെ ആകുന്നു. ഇനി മാസ് പൗണ്ട് ആകുന്നു. ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ പൗണ്ട്, FPS പൗണ്ട് ആകുന്നു. LB. CGS ഗ്രാം G, MKS കിലോഗ്രാം kg. അത് തന്നെയാണ് SI സിസ്റ്റത്തിലും. ഈ വെയ്റ്റിൻ്റെ യൂണിറ്റും പൗണ്ട് തന്നെയാകുന്നു ബ്രിട്ടീഷ് FPS സിസ്റ്റത്തിൽ. LB എന്നാണ് സൂചിപ്പിക്കുന്നത്, അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഗ്രാം എന്നാണ്. മെട്രിക് യൂണിറ്റുകളിൽ ഗ്രാം, CGS ഗ്രാമും അതുപോലെ MKS കിലോഗ്രാമുമാണ്. അടുത്തത് ഇൻ്റർനാഷണൽ SI യൂണിറ്റിലും ന്യൂട്ടൺ എന്നാകുന്നു. MKS കിലോഗ്രാം വെയ്റ്റ് എന്നാകുന്നു.